അവൻ്റെ പഠിപ്പിനെ പറ്റി ഞാനൊന്നും പഠിച്ചില്ല. അവൻ്റെ ഇഷ്ടം പോലെ പഠിച്ച വിഷയമാണ്. ട്യൂഷൻ വരെ പോകാതെ സ്വയം പഠിച്ചിട്ട് പാസ്സായതിന് +1 +2 എല്ലാം അതിലിടക്ക് +1 ആ അസുഖം വന്ന് പിന്നെ സ്വന്തമായിട്ട് പിന്നെ അവൻ്റെ ഇതിൽ പഠിച്ചിട്ട് ഇങ്ങനെ ചേർന്ന് അവൻ്റെ ഇഷ്ടം ഡിഗ്രി എടുത്തിട്ടില്ല. ഡിഗ്രി എടുക്കാണ്ട് പിന്നെ CMA ചേർന്ന് ആ കോഴ്സിൻ്റെ ഇപ്പം പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇപ്പം CMA എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് ഇതുവരെ എത്തിയിട്ടില്ല. അത് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം ജോലി എടുത്തുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. CMA ഒരു ടഫ് വിഷയം തന്നെയാണെന്ന് അറിയാം. അതിന് ഒരു കുട്ടിക്കാട്ടെ കിട്ടും, അത് അറിയാം. അതിൻ്റെ ഇപ്പോൾ എഴുതിയതിൽ പാസ്സായി കിട്ടുന്നെങ്കിൽ വലിയ സന്തോഷം തന്നെയാണ്. എന്ത് കൊടുത്താലും എന്ത് പുസ്തകം കണ്ടാലും ഈ വായിച്ചുകൊണ്ട് ചെറുതിലെ വായിച്ചുകൊണ്ടിരിക്കും. അനാവശ്യമുള്ള കൂട്ട് കിട്ടോ വേറെ പോയി ജോലി അടി അങ്ങനത്തെ ഒന്നുമില്ല. ഈ ഇവിടെ പോയാലൊരു പുസ്തകം കണ്ടാൽ പെട്ടെന്ന് ഇരുന്ന് വായിക്കും. അത് ചെറുതിലുള്ള ഒരു അതുകൊണ്ട് പഠിപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് തീരെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. CMAൻ്റെ ഓൻ പഠിച്ചിട്ട് പഠിച്ച കുട്ടികളെ തന്നെ ഓൻ മാഷായിൽ ഇരുന്നിട്ട് പിന്നെ കുട്ടികൾ ട്യൂഷൻ എടുത്തിനായിരുന്നു പിന്നെ സ്കൂളിൽ ക്ലാസ്സിൽ തന്നെ. അപ്പോൾ അതിലൊന്നും ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം. മോൻ പഠിച്ച് ഒരു പിന്നെ സ്കൂളിൽ നിന്ന് അവിടെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എൻ്റെ മോൻ ആർട്ടിസ്റ്റ് പഠിച്ചതിലും പിന്നെ അതിൻ്റെ നല്ല മാർക്ക് വാങ്ങി പിന്നെ പാസ്സായതിലും ഒക്കെ നല്ല അഭിമാനമുണ്ട്. മലയാളികൾ പറയുന്നു കാറ്റലിസ്റ്റ് തന്നെയാണ് കൊമേഴ്സിലെ നമ്പർ 1.